ബിഗ് ബോസ് മലയാളം സീസൺ 7 ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഗ്രാൻഡ് ഫിനാലേക്ക് ഇനി മണിക്കൂറുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ മിഡ് വീക്ക് എവിക്ഷനിലൂടെ ഇന്നൊരാൾ ഹൗസിൽ നിന്ന് എവിക്റ്റായി പോകുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുന്നു. പസൽ ടാസ്ക് ആണ്. ആരുടെ ഫോട്ടോയാണ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത് അവരാണ് എവിക്റ്റായി പോകുന്നത്. ഗാർഡൻ ഏരിയയിൽ വെച്ച് നടക്കുന്ന ടാസ്ക് എല്ലാവരും നല്ല ടെൻഷൻ അടിച്ച് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. അവിടെ നിൽക്കുന്ന 6 പേരുടെയും സ്വപ്നമായിരിക്കും ഫൈനൽ 5 എന്നത്. അവസാന നിമിഷം എവിക്റ്റായി പോകുമ്പോൾ ഉള്ള വിഷമം സഹിക്കുന്നതിനും അപ്പുറമാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ലാലേട്ടൻ നേരിട്ട് വന്ന് അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇത്തവണ ഒരു വെറൈറ്റി ടാസ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. റീ എൻട്രി മത്സരാർത്ഥികൾ ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോയതിന് ശേഷം ഹൗസ് വീണ്ടും വലിയ അനക്കമൊന്നുമില്ലാതെ സൈലൻ്റായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ അനുമോള് തന്നെ നെവിനോട് പറയുന്നു, എന്തെങ്കിലും ഒരു ടാസ്ക് ബിഗ് ബോസ് തന്നിരുന്നെങ്കിൽ. മുമ്പൊരിക്കൽ ബിഗ് ബോസ് പ്രാങ്ക് ചെയ്തിരുന്നു മിഡ് വീക്ക് എവിക്ഷനിലൂടെ ആദില എവിക്റ്റായെന്ന്. അതുപോലെ തന്നെ ഇത്തവണ ആദില തന്നെയാണ് എവിക്റ്റ് ആയിരിക്കുന്നത്. ഇനി ആരായിരിക്കും മിഡ് വീക്ക് എവിക്ഷനിലൂടെ പുറത്താകുക? മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ആർക്കാണ് കൊടുക്കുന്നത് എന്നും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.